ഭഗവാൻ കുബേരനും മഹാലക്ഷ്മിക്കും പ്രണാമങ്ങൾ. 8 രൂപത്തിലുള്ള സമ്പത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ വീടുകൾ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ജയ് ശ്രീലക്ഷ്മി കുബേരായ നമഃ. ഒരു മനുഷ്യനെ എക്കാലവും കഷ്ടപ്പെടുത്തില്ല. ഒരു നല്ല കാലം ഏതു മനുഷ്യനായാലും പിറക്കും. ഇന്ന് ഞാനീ പറയുന്ന 5 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം സംജാതമായിരിക്കുന്നു. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഈ നക്ഷത്ര ജാതകർ സ്വപ്നം കണ്ട പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ്. അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫോർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്തൊന്നും ആ ഒരു നല്ല കാര്യം അവരുടെ ജീവിതത്തിൽ നടക്കില്ല. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് എല്ലാം അവർ വിചാരിക്കുന്ന പോലെ നടന്നു കിട്ടും. അങ്ങനെ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് അത്തരമൊരു വലിയ ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സൗഭാഗ്യ സമ്പന്നതയുടെ സമയം അടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള 5 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം. എവിടെയൊക്കെ പോയാലും ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, തായ് വഴി അല്ലെങ്കിൽ അച്ഛൻ വഴിയുള്ള ക്ഷേത്രത്തിലാണോ പോകേണ്ടത്? നമ്മളിവിടെ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്മ വഴിയുള്ള ക്ഷേത്രത്തിൽ തന്നെയാണ് പോകേണ്ടത്. പലർക്കും ഇതറിയില്ല. ചിലരൊക്കെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോകും, അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിക്കും. അതായാലും മതി. ഇപ്പോൾ നമുക്ക് കുടുംബക്ഷേത്രം ഏതാണ് എന്നറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തിയാൽ മതി. സകല സങ്കടങ്ങളും മാറണം, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണം, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണം, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകണം, സമ്പൽ സമൃദ്ധി ഉണ്ടാകണം, ജീവിതത്തിൽ എന്നും വിജയം ഉണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഒരു നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരുകയും ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നമുക്ക് വന്നു ചേരും. അപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരെ അറിയാം. നാളെ ഞായറാഴ്ചയാണ്. അതിരാവിലെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജ ചെയ്യും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയുമായ അമ്മ ഭദ്രകാളിക്ക്, മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയാണ്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇതിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആ നക്ഷത്രം കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ നക്ഷത്രമായിരിക്കാം. എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇവർക്ക് പ്രധാനമായും സംഭവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ്. ഇപ്പോൾ എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ ഈ ഒരു സമയം ഇവർക്ക് മാറിക്കിട്ടുകയും ഒരു 30 വർഷത്തിന് ശേഷമുള്ള മഹാഭാഗ്യമായി രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ ഭാഗ്യത്തെ കണക്കൂട്ടുകയും ചെയ്യാം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് രോഹിണി നക്ഷത്ര ജാതകരെത്തുന്നത്. സാമ്പത്തികമായി വലിയ നേട്ടം വന്നു ചേരും.
കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ചില വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി അസ്വസ്ഥതകൾക്കൊക്കെ ശമനം സംഭവിച്ച് മുടങ്ങിക്കിടന്ന ധനാഗമന മാർഗങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഏതായാലും രോഹിണി നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, അവിടെ ധാര നടത്തുക, അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ച് പ്രാർത്ഥന നടത്തുക. ഇതൊക്കെ സകല സങ്കടങ്ങളും മാറ്റി ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ കാരണമാകും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വന്നു നിറയുന്ന സമയമാണ്. മകം നക്ഷത്ര ജാതകരുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അർഹമായ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പക്ഷേ മുൻകോപമൊക്കെ കുറയ്ക്കണം, മുൻകോപം നിയന്ത്രിക്കണം. ഏത് തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഏതായാലും മകം നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തെളിയും. മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. അങ്ങനെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തുന്ന സമയമാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറയും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. അത്രയധികം ധാരാളം അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പണമൊക്കെ ധാരാളം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങൾ, അതായത് ഇവരുടെ ചില കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്നിരുന്നു. ആ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഷെയർ മാർക്കറ്റ്, വിദേശ ജോലി എന്നിവയിൽ നിന്നൊക്കെ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നിറയുന്ന സമയമാണ്. പ്രതിസന്ധികളൊക്കെ അകലുന്ന സമയമാണ്. ഈ പ്രവചനം സത്യമാകും. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും, രക്ഷപ്പെടും. അടുത്ത നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയം. അങ്ങനെ എല്ലാ രീതിയിലും പ്രതിസന്ധികളൊക്കെ മാറി പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. അഞ്ചാമത്തെ മഹാഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രമെന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. പുതിയ വീട്, വാഹനം, ഇതൊക്കെ സഫലമാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സമയം. എല്ലാ രീതിയിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ജൂലൈ മാസം ഇവരെ സംബന്ധിച്ച് ഭാഗ്യം ഇരട്ടിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ്. പുതിയ വീട് വാങ്ങുക, അല്ലെങ്കിൽ പുതിയ വാഹനം സ്വന്തമാക്കുക, ഇത്തരം ദീർഘകാലമായി ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമായി എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു നിറയുന്ന സമയം. അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തട്ടെ, ഭാഗ്യം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കാം. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.